അർജുനായികയെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച വട്ടംകുളം സ്വദേശികളായ 4 പേരെയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരാളെയും ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ്, നൌഫൽ മകൻ അഷ്കർ എന്നിവരെയാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് മുഹമ്മദ് റാഫിനെ പിടികൂടിയത്. അർജുനായികി ഒളിവിൽ കഴിഞ്ഞ എടപ്പാളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും സഹായം ചെയ്ത കൂടുതൽ ആളുകളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എടപ്പാളടക്കം മലപ്പുറം, തൃശ്ശൂർ ജില്ലയുടെ പല മേഖലകളിലൂടെയും ആയെങ്കിൽ സഞ്ചരിക്കുകയാണ് ഒളിവിൽ കഴിയുമ്പോഴും. പലപ്പോഴും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴേക്കും അടുത്തയിടത്തേക്ക് അർജുൻ ആയെങ്കിൽ സഞ്ചരിച്ച് കഴിയും. എന്താണ് ഈ അർജുൻ ആയെങ്കിയുടെ ഈ എടപ്പാളിലെ നീക്കങ്ങൾ? എന്താണിപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുന്നത്? സൈത്ത് തിരൂർ DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് അർജുൻ ആയങ്കിയുടെ മലപ്പുറത്തെ എവിടെയെല്ലാം പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നത്. ചങ്ങരംകുളം പോലീസാണ് ഇയാളെ സഹായിച്ച 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ പ്രകാരമാണ് 5-ാം തീയതിയാണ് അർജുൻ ആയങ്കി എടപ്പാളിൽ എത്തിയത് എന്നുള്ളതാണ്. അന്ന് ഉച്ചയ്ക്ക് അവിടെ എടപ്പാളിലൊരു ആയുർവേദ ആശുപത്രിയിലെ കഫറ്റേരിയയിൽ ഇയാൾ വന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇയാൾ 2 ദിവസത്തോളം എടപ്പാൾ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഇയാളെ സഹായിച്ച 4 പേരെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. അവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഈ 4 പേരെ പിടികൂടാൻ ചെന്നപ്പോൾ പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് മറ്റൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇയാൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷം എവിടേക്കാണ് പോയത് എന്നുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഈ എടപ്പാളിലെ ആയുർവേദ ആശുപത്രിക്ക് പുറമെ മറ്റെവിടെയെങ്കിലും ഇയാൾ പോയിരുന്നോ, അവിടെയുള്ള ആളുകളെ ആരെയെല്ലാം കാണാൻ ശ്രമിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അർജുൻ ആയങ്കിയെ സഹായിച്ച 4 പേരെ, പിടിയിലായ 4 പേരുടെ അവരുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ അർജുൻ ആയങ്കിയിലേക്ക് എത്താനുള്ള വഴികൾ പോലീസ് ഇവരിലൂടെ അന്വേഷിക്കുകയാണ്. ഇവരൊക്കെ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവർക്ക് ക്രൈം ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ള കാര്യം. അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ മുമ്പ് മലപ്പുറത്തുണ്ടായിട്ടുണ്ട്, കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വിശദമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആയുർവേദ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടിയിട്ടുണ്ടോ, അങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, സുഖചികിത്സ വല്ലതും തേടിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെ ഇയാളുടെ ഒരു വിശദമായ ഒരു വിവരങ്ങൾ, എന്തിന് പോയി എടപ്പാളിൽ വന്നു, എന്തായിരുന്നു കാര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് പോലീസ് ശേഖരിക്കുന്നത്. എന്നാണെങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇവരിലൂടെ നടത്തുന്ന അന്വേഷണത്തിലൂടെ ലഭ്യമാകുമെന്നാണ് തിരൂർ DYSP നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പ്രതീക്ഷ. പോലീസിൻ്റെ അന്വേഷണം എന്താണെങ്കിലും ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് ഒളിവിലിരുന്നു കൊണ്ടാണ് പോലീസിനെ വെല്ലുവിളിക്കുന്നത്. ഇതിനിടയിൽ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വാഹനങ്ങൾ മാറി മാറി കയറി യാത്ര ചെയ്യുന്നുണ്ട് എന്നതാണ് അർജുൻ്റെ നീക്കം. ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ കേസ് നടത്താൻ സഹായം തേടലടക്കമുള്ള നീക്കങ്ങളുമുണ്ട്. ആയുധം ഉപയോഗിക്കാനുള്ള തീരുമാനവും പോലീസ് എടുത്തിട്ടുണ്ട്. പോലീസ് കമ്മീഷണർ സംബന്ധിച്ച നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള 5 പേർ തിരുവനന്തപുരത്ത് പിടിയിലായിട്ടുണ്ട്. തുമ്പ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് 5 പേരെ പിടികൂടിയത്. VB അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ തിരുവനന്തപുരത്തെ അർജുൻ ആയങ്കിയുടെ ബന്ധങ്ങളൊക്കെ മുമ്പും ചർച്ചയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ളവരാണോ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നവർ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കഴക്കൂട്ട് നിന്ന് അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെ നേരത്തെ കസ്റ്റഡി എടുത്തിരുന്നു. അത് അർജുൻ ആയങ്കി ഇവിടെ താമസിച്ചു വീട്ടിൽ നിന്ന് അർജുൻ ആയങ്കിക്കൊപ്പം ഉള്ള ആളുകളെ അന്ന് പിടികൂടുകയായിരുന്നു. അർജുൻ ആയങ്കി അന്ന് പോലീസിന്റെ പിടിയിലായതാണ്. ആ ബന്ധങ്ങൾ ഇപ്പോഴുണ്ട്. അതിന്റെ ഭാഗമായാണ് അയാളുമായി ബന്ധമുള്ള ആളുകളെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയത്. തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഇപ്പോൾ 5 പേർ കസ്റ്റഡിയിൽ, പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാളുമായി ഇവർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. ഈ അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഷെയർ ചെയ്ത ആളുകളെ ഇക്കൂട്ടുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും പോലീസ് ഒരു വിശദീകരണം നൽകുന്നില്ല. അർജുൻ ആയങ്കിക്ക് സംസ്ഥാന ഒട്ടാകെയുള്ള പരിശോധനയുടെ ഭാഗമായാണ് തലസ്ഥാനത്തും പരിശോധന നടത്തുന്നത്. അയാളിപ്പോൾ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇപ്പോൾ ഈ സുഹൃത്തുക്കളെ കസ്റ്റഡി എടുത്തതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലടക്കം പോലീസ് വിലയിരുത്തുന്നത് അർജുൻ ആയങ്കി തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അയാൾ എവിടെയൊക്കെ പോകാനിടയുണ്ടോ ആ വഴികളൊക്കെ ആ വഴികളിലൊക്കെ പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകും. കാരണം അത്രയധികം കേരള പോലീസിനെ, രാജ്യത്ത് തന്നെ ഏറ്റവും സമർത്ഥരായ പോലീസ് സേന എന്ന് അവകാശപ്പെടുന്ന, അഭിമാനപ്പെടുന്ന
പോലീസ് സേനയ്ക്ക് നാണക്കേടാക്കി അവരുടെ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചാണ് അർജുൻ ആയങ്കി ഇപ്പോൾ വിലസുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. ഈ തിരുവനന്തപുരം വഴി വന്ന മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമമോ അത്തരം കാര്യങ്ങളുമൊക്കെ പോലീസ് അന്വേഷിച്ചു. അതിന്റെ ഭാഗമായാണ് ഇയാളുടെ സൗഹൃദങ്ങൾ കേന്ദ്രീകരിച്ച് ബന്ധങ്ങൾ കേന്ദ്രീകരിച്ച് തലസ്ഥാനത്ത് നടത്തുന്ന പരിശോധന. ഏതായാലും അർജുൻ ആയങ്കി തലസ്ഥാനത്തില്ലാതെ തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. അതാണ് സാഹചര്യം. എന്തായാലും അർജുൻ ആയങ്കി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. ഇതിനിടയിലാണ് അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ള കൂടുതൽ ആളുകളെ പിടികൂടുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം അർജുൻ ആയങ്കിയുടെ ഒരു കേന്ദ്രമാണ്. കഴക്കൂട്ടത്ത് മുമ്പ് ഒരു വീട്ടിൽ ഇവർ സംഘടിച്ചു എന്ന് സംബന്ധിച്ച് പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിൽ ബന്ധമുള്ളവരിലേക്ക് കൂടി വരികയാണ്. അതായത് അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ് ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരെല്ലാം കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലാണ്. പോലീസിനും ഇത് അഭിമാനപ്രശ്നമായി മാറിക്കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. അതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ കൂടി പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ ന്യായീകരിക്കേണ്ട കാര്യം തനിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. പോലീസിന് എന്ത് നടപടിയുമായി മുന്നോട്ട് പോകാം, ഇത് തങ്ങളുടെ വിഷയവുമല്ല എന്നതാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ പ്രതികരിച്ചത്. അർജുൻ ആയങ്കിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി അവരെടുത്തോട്ടെ. എന്നാലിപ്പോ ഞാനെന്ത് പറയാനാണ്? അർജുൻ ആയങ്കിക്കെതിരെ തോക്ക് ഉപയോഗിക്കരുത് ഞാൻ പറയണോ നിങ്ങളോട്? അർജുൻ ആയങ്കിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നടപടി എടുത്തോട്ടെ. അതിന് യാതൊരു തടസ്സവും ഞങ്ങൾക്കില്ല. ഇന്ന് തൃശ്ശൂരിലുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ കെ മുരളീധരനും മന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പിടിക്കേണ്ട സമയത്ത് തന്നെ അർജുൻ ആയങ്കിയെ പിടികൂടുമെന്നായിരുന്നു കെ മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറിക്കാം. ഈ സൈബർ ഇടങ്ങളിൽ വല്ലാതെ CPM-കാർക്ക് വേദനയാണല്ലോ ആയങ്കിയെ പിടിക്കാൻ പോലീസ് പോകുന്ന കാര്യത്തിൽ. പിടിക്കേണ്ടവരൊക്കെ സമയത്ത് പിടിക്കും. എത്ര കാലം മുങ്ങി അടക്കാൻ പറ്റും? ഈ പിടിക്കേണ്ടവരെ പിടിക്കും. അതിന് സംശയവും വേണ്ട. മടിയൊന്നുമില്ല, ഒരു മടിയില്ല. യെസ്. അപ്പോൾ അർജുൻ ആയങ്കി എവിടെ എന്ന ചോദ്യത്തിന് സംസ്ഥാന പോലീസിന് ഉത്തരം കണ്ടെത്തണം. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന ചില സൂചനകളൊക്കെ ഉണ്ട്. പോലീസിൻ്റെ എല്ലാ നിരീക്ഷണത്തിലും അർജുൻ ആയങ്കി ഉണ്ട് എന്ന ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പോലീസ് ഈ നാണക്കേട് തീർക്കുമോ, അർജുൻ ആയങ്കിയെ പിടികൂടുമോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.